ഹലോ ഫ്രണ്ട്സ്, കനേഡിയൻ പ്രവാസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബോസ്റ്റൺ വരെ എത്തിയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സമയം രാവിലെ 6:30 നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ട് 10:30 ബോസ്റ്റണിൽ നിന്ന് ഹാലിഫാക്സിനുള്ള ഫ്ലൈറ്റ്. ഹാലിഫാക്സ് അല്ല, സ്ട്രേറ്റ് മോൺട്രിയാലിൽ നിന്ന് ഹാലിഫാക്സിനാണ് ഫ്ലൈറ്റ് വന്നിട്ട്. നമ്മൾ രാവിലെ പോകാൻ വേണ്ടി റെഡിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പം വന്നിട്ട് -1 ബോസ്റ്റണിലെ ടെമ്പറേച്ചർ വന്നിട്ട് ഇന്നുള്ളത്. അപ്പോൾ റൂമിൽ നിന്നുള്ള സ്ട്രേറ്റ് വ്യൂ ഉണ്ടോ, അതാണ് ബോസ്റ്റൺ ലോഗൻ എയർപോർട്ടാണ് കാണുന്നത്. സ്ട്രേറ്റ് പുറകിൽ തന്നെ എയർപോർട്ടിൽ നേരെ കണക്ഷൻ ഉണ്ട് ഈ ഹോട്ടലിലേക്ക് വന്നിട്ട്. ഇത് ഹിൽട്ടൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ രാവിലെ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഒരുങ്ങിയിട്ടിരിക്കുകയാണ്. ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് കോഫിയൊക്കെ ബ്രൂ ചെയ്തു. അതിനിപ്പം പോകാൻ വേണ്ടി സെറ്റാവാണ്. നമ്മൾ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന ട്രോളിയൊക്കെ അതേപടി തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് അതൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബോസ്റ്റൺ എയർപോർട്ടിൽ നിന്ന് മോൺട്രിയാലിൽ നിന്ന് ഹാലിഫാക്സിനുള്ള യാത്രയാണ്. ഇനിയിപ്പോൾ മോൺട്രിയാൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് വർക്ക് പെർമിറ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വേഗം ഒരു കോഫി കുടിച്ചിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. എയർപോർട്ട് ഷട്ടിൽ എല്ലാ 15 മിനിറ്റിലും ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ ഹോട്ടലിൽ നിന്ന്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ടെർമിനൽ ബിയിലാണ്. ബോസ്റ്റൺ എയർപോർട്ടിൽ ടെർമിനൽ ബിയിലാണ് നമുക്ക് ഫ്ലൈറ്റ് എയർ കാനഡ വരുന്നത്. ഇവിടുന്ന് എയർ കാനഡയിലാണ് നമ്മൾ പോകുന്നത്. മോൺട്രിയാലിൽ നിന്ന് ഹാലിഫാക്സ്. എന്തായാലും കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ബാക്കി കാഴ്ചകൾ വരും. അങ്ങനെ ഉണ്ടാക്കിയ കോഫി വളരെ ശോകമായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്റ്റാർബക്സിന്റെ ഒരു എക്സ്പ്രസോ വാങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ഷോട്ട് എക്സ്പ്രസ് അടിക്കുകയാണ്. എന്തായാലും ഇപ്പം 5 മിനിറ്റിൽ വണ്ടി വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് എയർപോർട്ട് ഷട്ടിൽ. അപ്പോൾ നോക്കട്ടെ, അതിന് മുമ്പ് ഒരു എക്സ്പ്രസ് അടിച്ചിട്ട് നമുക്ക് വണ്ടിയെ കയറാം. ഒന്നും പറയണ്ട, ഇവിടെ വന്നിട്ട് നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന പെട്ടിക്ക് വെയിറ്റ് കറക്റ്റായിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് 50 പൗണ്ട്സേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ കുറച്ച് പൗണ്ട്സ് ഉണ്ട്. ഒരു 4 പൗണ്ട്സിന് എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ വന്നിട്ട് ഹാൻഡ് ബാഗ് ചെക്ക് ചെയ്യാറില്ല. അവർ പറഞ്ഞു ആ 4 പൗണ്ട്സ് എടുത്തിട്ട് ഹാൻഡ് ബാഗിലോട്ട് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ചേഞ്ച് ചെയ്തു. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി, എയർ കാനഡയുടെ ബോർഡിംഗ് പാസ് കിട്ടി. നമ്മൾ ഗേറ്റിലേക്ക് പോവാണ്. ഇച്ചിരി നേരത്തെയാണ് നമ്മൾ. എയർ കാനഡ കൗണ്ടറിലൊന്നും വലിയ ബിസി ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഞാൻ പെട്ടിയെല്ലാം ഓപ്പൺ ചെയ്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അടുത്ത ചെക്കിങ് വരുമ്പോൾ അതെന്തെങ്കിലും പറയുമെന്നാണ് അറിയാൻ മേലാത്തത്. കണ്ടില്ല, കൗണ്ടറിലൊന്നും ഒറ്റ മനുഷ്യന്മാരില്ല. ഇവിടെ സ്റ്റാർബക്സിൻ്റെ ഒരു കോഫി ഷോപ്പുണ്ട്. നമ്മൾ ഗേറ്റിലേക്ക് പോവാണ്. ഹാൻഡ് ബാഗ് ചെക്കിങ്ങിൽ വന്നിട്ട് അടുത്ത പണി കിട്ടി. അവിടുന്ന് ഓവർ വെയിറ്റ് കാരണം കുറേ സാധനങ്ങൾ ഹാൻഡ് ബാഗിലേക്ക് മാറ്റിയായിരുന്നല്ലോ. അപ്പോൾ ഇപ്പുറത്തെ സെക്യൂരിറ്റി ചെക്ക് വന്നപ്പോൾ ഹാൻഡ് ബാഗിൽ നമ്മുടെ സെൻസോഡൈൻ്റെ പേസ്റ്റ് ഉണ്ടായിരുന്നു. അത് വന്നിട്ട് 150 ഗ്രാമായിരുന്നു. എയർ കാനഡയിൽ വന്നിട്ട് അത് 100 ഗ്രാം വരെ അലോ ചെയ്യുള്ളൂ. അപ്പോൾ ആ പേസ്റ്റ് അവർ കൊണ്ടുപോയി. സെക്യൂരിറ്റീസ് പല്ല് തക്കട്ടെ അല്ലേ. ഇനിയിപ്പോൾ അടുത്ത ഗേറ്റിലേക്ക് പോവാണ്. ഇവിടുത്തെ ചെക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഗേറ്റ് വന്നിട്ട് B1 ആണ്. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒറ്റ മനുഷ്യനില്ല. എയർ കാനഡയിൽ ഞാൻ മാത്രം ഉള്ളെന്ന് തോന്നുന്നു പോകാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇച്ചിരി നേരത്തെ വന്നിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പം. അപ്പം എന്തായാലും ഗേറ്റിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ വല്ലവരും ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഈ എയർപോർട്ട് തന്നെ വളരെ കുഞ്ഞാണ്. നമ്മുടെ ചുറ്റും എന്ന് പറഞ്ഞാൽ നോക്കിക്കോണേ, ഞാനും വേറെ 2 ചേട്ടന്മാരും കൂടി ഉള്ളൂ ഈ പ്രദേശത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എയർ കാനഡ ഒരു ചെറിയ കൗണ്ടറാണ്. എനിക്ക് തോന്നുന്നൊരു മാക്സിമം അവരൊരു 80-90 പേർക്കുള്ള സീറ്റിംഗ് ഉണ്ടാവുള്ളൂ ഫ്ലൈറ്റിൽ. അത്രയും ചെറിയൊരു ഏരിയ ആണിത്. ഈ കൗണ്ടറിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് എയർ കാനഡ B3 മോൺട്രിയാൽ ഫ്ലൈറ്റ്. ഇപ്പം തന്നെ ഡിലേ കാണിക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റിൻ്റെ ഡിലേ ഉണ്ട്. അറിഞ്ഞൂടെ ഫ്ലൈറ്റ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഹാലിഫാക്സിൻ്റെ നമുക്ക് ഫ്ലൈറ്റ് കിട്ടുമില്ല. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് ഒരു സാൻഡ്വിച്ച് വാങ്ങി, ഒരു ബോട്ടിൽ വെള്ളവും കൂടെ വാങ്ങി. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് പോകാം. നമ്മളൊരു സാൻഡ്വിച്ച് കഴിക്കാൻ പോകണം ബ്രേക്ക്ഫാസ്റ്റിൽ.
ഇതിനിടയിൽ നല്ലൊരു പണി കിട്ടി നമുക്ക്. നമ്മുടെ ബോസ്റ്റണിൽ നിന്ന് മോൺട്രിയലുള്ള ഫ്ലൈറ്റ് 1 മണിക്കൂറോളം ഡിലേ ആയി. അപ്പോൾ നമുക്ക് ഹാലിഫാക്സ് എന്നുള്ള കണക്ഷൻ കിട്ടാതെ വന്നതന്നെ. അപ്പോൾ ഞാൻ പിന്നെ എയർ കാനഡ കൗണ്ടറിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അന്നേരം തന്നെ ഉണ്ടായിരുന്ന ഒരു ടൊറോണ്ടോ ഫ്ലൈറ്റിൽ അവരെനിക്ക് ടിക്കറ്റ് മാറ്റി തന്നു. അവിടെ നിന്ന് പിന്നെ ടൊറോണ്ടോ ടു ഹാലിഫാക്സ് ആയി. അപ്പോൾ നമ്മൾ ടൊറോണ്ടോ എയർ കാനഡ ഫ്ലൈറ്റിൽ കയറി. അടിപൊളി ഒരു സീറ്റാണ് കിട്ടിയത്, വിൻഡോ സീറ്റാണ്. നല്ല വ്യൂകളുള്ളൊരു ആംഗിളിൽ നിന്ന് തന്നെ എനിക്ക് സീറ്റ് കിട്ടി. ഇനിയിപ്പോൾ കുറച്ച് ആകാശ കാഴ്ചകളൊക്കെ കാണാം അല്ലേ. ഈ ടൊറോണ്ടോ ഫ്ലൈറ്റിൽ അവരെനിക്ക് ഒരു ചെറിയ സ്നാക്സും ഒരു പെപ്സിയും തന്നു. വേറെ ഫുഡ് ഐറ്റംസ് ആയിട്ടൊന്നുമില്ല. ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. അതെല്ലാം നല്ല രസമുണ്ടായിരുന്നു തിന്നാൻ വേണ്ടിയിട്ട്. സംഭവം കൊള്ളാം, ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഓടി ഓടി മടുത്തു. ഇപ്പം ഞങ്ങൾ ടൊറാൻഡോയിലാണ്. മോൺട്രിയൽ പോകുന്നു വിചാരിച്ചിട്ട് എന്താ ടൊറോണ്ടോയിൽ വന്നതെന്ന് വിചാരിക്കണ്ടാവും അല്ലേ. അത് മോൺട്രിയലിലെ ഫ്ലൈറ്റ് ഭയങ്കര ഡിലേ ആണ്. അപ്പോൾ നമുക്ക് ഹാലിഫാക്സ് ഉള്ള ഫ്ലൈറ്റ് മിസ്സാവും. അപ്പോൾ ഇവിടുന്ന് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ടൊറോണ്ടോ പോയിട്ട് അവിടുന്ന് ഹാലിഫാക്സ് ഫ്ലൈറ്റ് സെറ്റ് ചെയ്യാം. പിന്നെ എല്ലാം ചട്ടപ്പെട്ടാന്നായിരുന്നു. അവർ ലഗേജ് കളക്ട് ചെയ്തു, എന്നിട്ട് നേരെ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി പോന്നു. ടൊറോണ്ടോ എത്തിയിട്ട് ഓട്ടോ ആയിരുന്നു. ഇപ്പോഴാണ് ഒന്ന് നിലത്ത് നിന്നത്. എന്തായാലും ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഉണ്ട് ബോർഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ സിൻ നമ്പർ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരു സ്ഥലത്തോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇല്ല ഫ്ലൈറ്റ് മിസ്സാവും, വേഗം വിട്ടോളാൻ പറഞ്ഞു. ഇനിയിപ്പോൾ സിൻ നമ്പറൊക്കെ നമുക്ക് ബിഗ് ബില്ല് ചെന്നിട്ട് സർവീസ് കാനഡയിൽ പോയിട്ട് എടുക്കണം. വേറെ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇച്ചിരി ഓടി വിശർത്തു. ജാക്കറ്റെല്ലാം കൂടി ഊരി ദൂരെ കളയണം ഇനി. ബാക്കി വർക്ക് പെർമിറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം റൂമിൽ ചെന്നിട്ട് പറയാം. എല്ലാ പ്രോസസ്സും ഓക്കെ ആയിരുന്നു. വർക്ക് പെർമിറ്റ് കൈ കിട്ടി. ഇനി എന്താണ്, ഇനി ബാക്കി കാര്യങ്ങൾ അവിടെ ലാൻഡ് ചെയ്തിട്ട് പറയാം. നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബായ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിനെ ഇനി തപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി ഫ്ലൈറ്റേ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. എന്തായാലും ഇച്ചിരി വെള്ളം കുടിക്കട്ടെ, മടുത്തു. ചെക്കിനൊക്കെ കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ ടൊറോണ്ടോയിൽ നിന്ന് ഹാലിഫാക്സ്. ഒരു ഉറക്കം ഉറങ്ങിയങ്ങ് എണീച്ചപ്പോഴത്തേനും ഹാലിഫാക്സ് എത്തി. ആകെ ഒരു 1.5 മണിക്കൂർ ദൂരം ഉണ്ടായിരുന്നുള്ളൂ ടൊറോണ്ടോയിൽ നിന്ന് ഹാലിഫാക്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ലാൻഡിങ് ടൈമിൽ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക വെള്ളക്കെട്ടുകൾ കണ്ടു. പക്ഷെ എല്ലാം തന്നെ ഐസ് പിടിച്ചിട്ട് ഫ്രോസണായി കിടക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു ആകാശത്തു നിന്നുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. എല്ലാ വെള്ളക്കെട്ടും വന്നിട്ട് ഫ്രോസണായിട്ട് കിടക്കുകയാണ്. വീടുകളൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. ഫുള്ള് കാട് മയമാണ് എല്ലായിടവും കണ്ടിട്ട്. എന്തായാലും ഇച്ചിരി ഉൾപ്രദേശമാണെന്ന് ഓൾറെഡി നമ്മുടെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്തപ്പോഴൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോവാസ്കോഷ്യയിൽ ലാൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ്. ഇനി ഇവിടുന്ന് ടാക്സിയിൽ വേണം നമ്മുടെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹാലിഫാക്സ് എയർപോർട്ടിനുള്ളിലെത്തി. ഇതിപ്പോൾ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് ആയതുകൊണ്ട് ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വന്നിറങ്ങി നേരെ ലഗേജ് എടുക്കുന്നു, പോകുന്നു. സിമ്പിൾ പരിപാടി. ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു. അത് വരാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റോളം എടുത്തു. പിന്നെ വന്ന കൂട്ടത്തിൽ ആദ്യം തന്നെ നമ്മുടെ ലഗേജ് ഉണ്ടായിരുന്നു. ഞാൻ നമ്മളെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞ ബൈനെ വിളിച്ചു. പുള്ളി ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഗേജൊക്കെ എടുത്തിട്ട് നമുക്ക് വെളിയിൽ പോയി നിൽക്കാം. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇനിയിപ്പോൾ ബായെ കൊണ്ട് വെളിയിലെങ്ങാനും പോയിട്ട് കഴിച്ചിട്ട് വേണം റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ട്. ബായ് വന്നു. ഇപ്പം ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 250 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇനി റൂമിൽ ചെന്നിട്ടുള്ള കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.